രാജ്യത്തിന്റെ സുരക്ഷയൊരുക്കാൻ അറസ്റ്റ് ചെയ്യൂ, ജയിലിലടയ്ക്കൂ. രാജ്യത്തിന്റെ സുരക്ഷ ഒരുക്കൂ. രാജ്യദ്രോഹി അർണബീലെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടയ്ക്കാൻ ആർജവുമില്ല സംഘീഭരണവും. രാജ്യസുരക്ഷ വിച്ചു തുലയ്ക്കാൻ തക്കം നോക്കിയിരിക്കുന്നു. രാജ്യത്തിന്റെ രഹസ്യങ്ങൾ
മാറ്റമില്ല സംഘീകരണം രാജ്യസുരക്ഷ വിട്ടുതുലയ്ക്കാൻ രാജ്യസുരക്ഷ വിട്ടുതുലയ്ക്കാൻ തക്കം നോക്കിയിരിക്കുന്നു രാജ്യത്തിന്റെ സുരക്ഷയെടുക്കും സൈന്യത്തിന്റെ രഹസ്യങ്ങൾ മോഡി തങ്ങളുടെ വത്സരപുത്രൻ ഗോസ്വാമിക്ക് ചോർത്തി നൽകി ഗോസ്വാമിയും പങ്കുവച്ച ചാറ്റിംഗ് രാജ്യത്തിന്റെ സുരക്ഷയെടുക്കാൻ രാജ്യത്തിന്റെ സുരക്ഷയെടുക്കാൻ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി നൽകി അർമാദിക്കും നമ്മുടെ പ്രിയരം പൂർവികന്മാർ ജീവൻ നൽകി നേടിയെടുത്തരും ഇന്ത്യൻ മണ്ണിന് സുരക്ഷയ്ക്കായി കടലിച്ചേരുക നാട്ടാറ് ഇൻക്ലാബ് സിന്ദാബാദ് SDPI സിന്ദാബാദ് ഇന്ത്യൻ മണ്ണിന് ജീവന തുല്യം സ്നേഹിക്കുന്ന പൗരന്മാരെ രാജകേസിൽ പടച്ചുണ്ടാക്കി നടവിലാക്കും സംഘീകരണം രാജ്യത്തിന്റെ ചാരന്മാർ ഇൻക്ലാബ് സിന്ദാബാദ് സംഗീതങ്ങളുടെ മാനസമുദ്രൻ ഹിന്ദുത്വത്തിൻ മത്താക്കൾക്ക് രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി നൽകി രസിക്കുന്നു മോഡി തങ്ങളുടെ വത്സരപുത്രൻ റിപ്പബ്ലിക്കൻ മായാട് അർണബന്ധർ രാജദ്രോഹി രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി നൽകിയ ഭീകരരെ നിങ്ങൾക്കെതിരെ ഉയരുന്നു പ്രതിഷേധത്തിൻ തീജാലോ ഇൻക്ലാബ് സിന്ദാബാദ് SDPI സിന്ദാബാദ് രാജ്യദ്രോഹി അർണബിനെ അറസ്റ്റ് ചെയ്ത തുറങ്കിലടയ്ക്കാൻ മാർദ്ദവമില്ല സംഘീകരണം രാജ്യസുരക്ഷ വിട്ടുതുലയ്ക്കാൻ
വിട്ടുതുലയ്ക്കും അക്കം നോക്കിയിരിക്കുന്നു ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് SDPI സിന്ദാബാദ് SDPI സിന്ദാബാദ് കേന്ദ്രം വാഴും സംഘീ ഭരണം ദേശസ്നേഹം പല്ലവിപാട് രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്ത് നൽകി അപമാനിച്ചു നമ്മുടെ പ്രിയ പൂർവ്വപിതാക്കൾ ജീവൻ നൽകി നേടിയെടുത്തവർ ഇന്ത്യൻ മണ്ണിൽ സുരക്ഷയേകാൻ SDPI സിന്ദാബാദ് രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് ചാർട്ട് ചെയ്ത ഇൻക്ലാബ് സിന്ദാബാദ് SDPI സിന്ദാബാദ് പ്രതിഷേധം SDPIയുടെ പ്രതിഷേധം രാജ്യത്തിന്റെ സുരക്ഷയൊരുക്കും സൈന്യത്തിന്റെ രഹസ്യങ്ങൾ മോഡി തങ്ങളുടെ വത്സലപുത്രൻ ഗോസ്വാമിക്ക് ചോർത്ത് നൽകി ഗോസ്വാമിയും ഭക്തദാസും രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് ചാർട്ട് ചെയ്ത രാജ്യസുരക്ഷ വിൽക്കുന്നവരെ അറസ്റ്റ് ചെയ്യും വരെയും ഞങ്ങൾ ഇൻക്ലാബ് സിന്ദാബാദ് SDPI സിന്ദാബാദ് രാജ്യത്തിന്റെ സുരക്ഷയൊരുക്കും സൈന്യത്തിന്റെ രഹസ്യങ്ങൾ മോദി തങ്ങളുടെ വത്സലപുത്രൻ ഗോസ്വാമിക്ക് ചോർത്ത് നൽകി പങ്കുവച്ച ചാറ്റിങ് അറസ്റ്റ് ചെയ്യൂ ജയിലിലടയ്ക്കൂ ഇൻക്ലാബ് സിന്ദാബാദ് SDPI സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് രാജ്യത്തിന്റെ രഹസ്യങ്ങൾ നമ്മുടെ വീര പൂർവ്വപിതാക്കൾ
തടവിലാക്കും സംഘീകരണം രാജ്യത്തിന്റെ ചാരന്മാരോ സംഗീതങ്ങളുടെ മാനസപുത്രൻ ഹിന്ദുത്വത്തിൻ വക്താക്കൾക്ക് രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്ത് നൽകി രസിക്കുമ്പോൾ പ്രിയമുള്ള ജനാധിപത്യ മതേതര വിശ്വാസികളെ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം ഇവിടെ നടക്കുവാനുണ്ടായ കാരണം നമ്മുടെ രാജ്യത്ത് ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയിരുന്ന സൈനിക രഹസ്യങ്ങൾ വരെ സാധാരണയായ മോദിയോട് അടുപ്പമുള്ള ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പോലും അത്തരത്തിലുള്ള രഹസ്യങ്ങൾ ചോർത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യം കടന്നു പോവുകയാണ്. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ സംഘപരിവാറിന്റെ യാതൊരുവിധ താല്പര്യങ്ങളുമില്ലാതെ ഈ രാജ്യത്തിന്റെ പുത്രന്മാരായിട്ടുള്ള ആളുകൾ വീരത്യാഗം ചെയ്തുകൊണ്ട്, രക്തം കൊടുത്തുകൊണ്ട്, ജീവൻ കൊടുത്തുകൊണ്ട് സമർപ്പിച്ച ഈ രാജ്യം ഇന്ന് കേവലം RSSകാരാൽ അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതിനെ പിടിച്ചു നിർത്തേണ്ട ആവശ്യകത ഈ രാജ്യത്തിന്റെ വീരപുത്രന്മാരായിട്ടുള്ള ആളുകളുടെ പിന്മുറക്കാർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകുന്നത്. അർണബ് ഗോസ്വാമി എന്ന് പറയുന്ന ഇത്രയും വലിയ വൃത്തികെട്ട വർഗീയത പുലമ്പുന്ന ഒരു ചാനലുമായി ഇരുന്നുകൊണ്ട് ഈ രാജ്യത്തെ ന്യൂനപക്ഷ മുസ്ലിങ്ങളെ അടക്കം ദളിതുകളെ അടക്കം ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ഒരു ചാനലിന്റെ വക്താവ് ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ചരിത്രപ്രധാനമായ സൈനിക രഹസ്യങ്ങൾ വരെ ചോർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് SDP ഇത്തരത്തിൽ ഈ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധത്തിലേക്ക് നിങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അജ്മൽ ഇസ്മായിലിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ള ജനാധിപത്യ മതേതര വിശ്വാസികളെ, നല്ലവരായ നാട്ടുകാരെ, പ്രിയപ്പെട്ട സോഷ്യൽ ഡെമോക്രാറ്റുകളായ പ്രിയ സഹപ്രവർത്തകരെ, നിങ്ങൾക്കെവർക്കും സോഷ്യൽ ഡെമോക്രസിയുടെ വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ദേശവ്യാപകമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ന് ദേശവ്യാപകമായി രാജ്യവ്യാപകമായി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. രാജ്യവ്യാപകമായി ജില്ലാതലത്തില് വലിയ തോതിലുള്ള പ്രതിഷേധമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അൽത്താഫ് ഹസൻ ആമുഖമായിട്ട് നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. രാജ്യസുരക്ഷയുടെ രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ട് അർണബ് ഗോസ്വാമി എന്ന
റിപ്പബ്ലിക്കൻ ടിവിയുടെ തലവനും ബാർക്കിന്റെ സിഇഒയുമായിരുന്ന പാർത്ഥവദാസ് ഗുപ്തയും കൂടി നടത്തിയ ചാറ്റിങ്ങിന്റെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വരികയുണ്ടായി. അതായത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന സൈനിക രഹസ്യങ്ങള് കൃത്യമായി അർണബ് ഗോസ്വാമിയും ബാർക്കിന്റെ സിഇഒയും കൂടി ചോർത്തിയിട്ട് ഇന്ന് ഈ നിമിഷം വരെയും രാജ്യത്തിന്റെ സുരക്ഷയുടെ എല്ലാവിധ ദേശീയതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യസ്നേഹത്തിന്റെ അപ്പോസ്തലന്മാരാണ് തങ്ങളെന്ന് സ്വയം നടിച്ചുകൊണ്ടിരിക്കുന്ന സംഘ് പരിവാറിന്റെയും RSSന്റെയും നേതൃത്വം നൽകുന്ന ഭരണകൂടത്തിന്റെ പ്രധാനികളായ നരേന്ദ്രമോദിയും അമിത്ഷയും ഉൾപ്പെടുന്ന ഈ രാജ്യത്തിന്റെ ഭരണകൂടം ഈ നിമിഷം വരെയും രാജ്യത്തെ അപകടത്തിലാക്കുന്ന രാജ്യസുരക്ഷയുടെ തന്നെ ഇനി കാലങ്ങളായിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന സൈനിക രഹസ്യങ്ങള് ചോർത്തിയിട്ട് ഈ നിമിഷം വരെയും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടം ഒരു ചെറിയ തോതിലുള്ള ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല എന്നുള്ളത് കപട രാജ്യസ്നേഹത്തിന്റെ വീണ്ടും വീണ്ടും സംഘ് പരിവാറിന്റെ കപട രാജ്യസ്നേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കണം. കാരണം നമുക്ക് ഈ വിഷയത്തിൽ കുറേയധികം പറയുവാനുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 2014 മോഡി ഗവൺമെന്റ് അക്ഷരാർത്ഥത്തില് നോട്ട് നിരോധനത്തിലൂടെയും GSTയിലൂടെയും ഡീസൽ പെട്രോളിന്റെ വിലവർദ്ധനവിലൂടെയും രാജ്യത്തെ മുസ്ലിങ്ങളെയും ദളിതുകളെയും അടക്കം തെരുവുകളിൽ തല്ലിക്കൊല്ലുകയും ജാതീയതയുടെയും വംശീയതയുടെയും പേരില് വംശീയമായ ഉന്മൂലനം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ഭരണകൂടം 2014 അവസാനത്തോടെ 2014 ഭരണകൂടം 2019 അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് 2019 ഏപ്രിൽ മെയ് മാസം ഇലക്ഷൻ നടക്കാനിരിക്കുന്നതിന് തൊട്ട് മുമ്പായി ഫെബ്രുവരി മാസം 2-ാം തീയതി പുൽവാമയില് സൈനിക കേന്ദ്രത്തിന് നേരെ ഒരു ആക്രമണം നടത്തുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അതും 40 സൈനികരാണ് അവിടെ മരിച്ചു വീണത്. അന്ന് മോഡി ഗവൺമെന്റും ഈ നരേന്ദ്രമോദിയും അമിത്ഷയും RSSന്റെ നേതാക്കളുമൊക്കെ ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് പാകിസ്ഥാനാണ് അതിന്റെ പിന്നിൽ, അതുകൊണ്ട് ശക്തമായ തിരിച്ചടി കൊടുക്കണമെന്നാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ പിന്നിൽ പാകിസ്ഥാനല്ല, RSSും നരേന്ദ്രമോദിയും അമിത്ഷയും ഉൾപ്പെടുന്ന ഇന്ത്യ രാജ്യത്തിന്റെ യഥാർത്ഥ ശത്രുക്കളായ സംഘ് പരിവാറിന്റെ തെമ്മാടി കൂട്ടങ്ങള് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് പുൽവാമയിലെ 40ഓളം സൈനികരെ കൊലയ്ക്ക് കൊടുത്ത ആക്രമണമെന്നാണ് ഇപ്പോഴത്തെ ചാറ്റിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു രാജ്യത്തിന്റെ ഭരണം വീണ്ടും പിടിക്കാൻ വേണ്ടി ഫാസിസ്റ്റുകള് ഏതറ്റം വരെ പോകുമെന്നതിന്റെ സൂചനയാണ് സ്വന്തം സൈനികരെ കൊന്നു തള്ളി എന്നിട്ട് അവരുടെ രക്തത്തിൽ നിന്നാണ് ഇപ്പോഴത്തെ ഇന്ത്യ രാജ്യത്തിന്റെ നരേന്ദ്രമോദി ഭരണകൂടം കയറിപ്പറ്റിയിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇത് അന്ന് ആർജവത്തോടുകൂടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അന്ന് പറഞ്ഞതാണ്. പുൽവാമ ആക്രമണത്തെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണം, ദുരൂഹത നീക്കണമെന്ന് അന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറഞ്ഞതാണ്. ആ പുൽവാമ ആക്രമണം നടന്ന ഫെബ്രുവരി 2 വൈകുന്നേരം ഏകദേശം ആക്രമണം നടന്ന് 20 മിനിറ്റുകൾക്കുള്ളില് അർണബ് ഗോസ്വാമി എന്ന അർണബ് കൗസാമി അന്ന് അദ്ദേഹം ഈ പറഞ്ഞ ബാർക്ക് സിഇഒ പാർത്ഥവദാസ് ഗുപ്തയുമായിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്തു. എന്താ ചെയ്തത്? ഇനി നമ്മുടെ വലിയ മുതലാളിക്ക് പെട്ടെന്ന് തന്നെ ഭരണം തിരിച്ചു കിട്ടാനുള്ള വളരെ സന്തോഷമായ സംഭവങ്ങളാണല്ലോ ഈ രാജ്യത്ത് നടക്കുന്നത് എന്നാണ് അർണബ് കൗസാമി അന്ന് ചാറ്റ് ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കണം, പുൽവാമയില് 40 സൈനികർ കൊല്ലപ്പെട്ട ഒരു സംഭവത്തില് ദേശീയത, ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കുന്ന, ഈ രാജ്യത്തെ ദളിതുകളെ രാജ്യദ്രോഹികളാക്കുന്ന രാജ്യസ്നേഹത്തിന്റെ അപ്പോസ്തല പരിവട്ടം, അതിന്റെ അട്ടിപ്പേറവകാശം ഏറ്റവും കൂടുതൽ റിപ്പബ്ലിക്കൻ ചാനലിൽ ഇരുന്ന്
ഗോമൂത്രം കുടിച്ചിട്ട് രായ്ക്ക് രാമായണം 24 മണിക്കൂറും രാജ്യസ്നേഹത്തിന്റെ പട്ടം തള്ളുന്ന അർണബ് ഗോസ്വാമി എന്ന ആള് പറഞ്ഞ വർത്തമാനമാണ് 40 സൈനികർ കൊല്ലപ്പെട്ട് പുൽവാമ ആക്രമണത്തിൽ കടന്നപ്പോൾ അതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് രാജ്യം മൊത്തവും ഇനി ആഘോഷഭരിതമാകും, വലിയ മുതലാളിക്ക് അധികാരത്തിലേറാനുള്ള സംഭവങ്ങൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പ്രതികരിച്ചത്. തീർന്നില്ല. അതിനുശേഷം ഫെബ്രുവരി 23-ാം തീയതി വീണ്ടും ഇതേ അർണബ് ഗോസ്വാമി ബാർക്ക് സിഇഒയായ പാർത്ഥോദാസ് ഗുപ്തയ്ക്ക് വീണ്ടും ചാറ്റ് ചെയ്യുന്നു. എന്താ ചാറ്റ് ചെയ്തത്? ബാലാകോട്ടിൽ വലിയ ആക്രമണം നടക്കാൻ പോകുന്നു. ബാലാകോട്ടില് വലിയ ആക്രമണം നടക്കാൻ പോകുന്നു എന്ന്, അതായത് പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സൈന്യം ആക്രമണം തുടങ്ങാൻ പോകുന്നു എന്ന വാർത്ത 26-ാം തീയതി രാജ്യം അങ്ങോട്ട് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന മോഡി കൊട്ടിഘോഷിച്ച മേഘപാളികളെ അടക്കം നിഷ്പ്രഭമാക്കി മോഡി കൊട്ടിഘോഷിച്ച സർജിക്കൽ സ്ട്രൈക്ക് നടക്കാൻ പോകുന്നുവെന്ന് 26-ാം തീയതി സൈനിക നീക്കം തുടങ്ങുന്നതിന് 3 ദിവസം മുമ്പ് അർണബ് ഗോസ്വാമി ബാർക്ക് സിഇഒയ്ക്ക് ചാറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരും നിയമപാലകരും നീതിന്യായ സംവിധാനം കൈകാര്യം ചെയ്യുന്ന ആളുകളും ഒന്ന് ആലോചിച്ചു നോക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകനെ യുപിയിൽ അറസ്റ്റ് ചെയ്ത് UAPA ചുമത്തിയിട്ടുണ്ട്. സിദ്ദീഖാപ്പൻ, അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് UAPA ചുമത്താൻ കാരണം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളെല്ലാം പോയിട്ടുണ്ട്. ഹത്രാസിലേക്ക് ദളിത് പെൺകുട്ടി കൂട്ടബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടതിന് UP ഗവൺമെന്റ് കൊലപ്പെടുത്തിയതിനെതിരായിട്ട് അവിടേക്ക് ആളുകൾ പോയിട്ടുണ്ട്. പക്ഷേ അവിടേക്ക് ആളുകൾ പോയ ആർക്കെതിരെയും UAPA ചുമത്തുകയോ തുറുങ്കിലടക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ സിദ്ദീഖാപ്പൻ എന്ന മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തെ UAPA മുടക്കി തുറുങ്കിലടച്ചിരിക്കുന്നു UP ഭരണകൂടവും കേന്ദ്ര ഭരണകൂടവും. എന്നാൽ ഇത്തരം സൈനിക രഹസ്യം ചോർത്തിയ അർണബ് ഗോസ്വാമിക്കെതിരെ UAPA പോയിട്ട് രാജ്യദ്രോഹ കുറ്റത്തിന്റെ ഒരു ചെറിയ വകുപ്പ് പോലും ഇതുവരെയും ചുമത്തിയിട്ടില്ല എന്നുള്ളത് എത്രമാത്രം വംശീയമായിട്ടാണ് ഈ രാജ്യത്തിന്റെ സുരക്ഷയും രാജ്യത്തിന്റെ പൗരന്മാരുടെയും വിഷയം സംഘ് പരിവാറും RSS ഭരണകൂടവും കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള ഗൗരവമായ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ താഹ ഫസലിനെയും അതുപോലെ തന്നെ അലൻ ഷുഹൈബ് എന്ന് പറയുന്ന 2 CPM പ്രവർത്തകരെ UAPA ചുമത്തി തുറുങ്കിലടച്ചു. എന്താ പറഞ്ഞത്? മാവോവാദത്തിന്റെ 2 പുസ്തകം കൈവച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേരള പോലീസ് UAPA ചുമത്തി തുറുങ്കിലടയ്ക്കുകയും ഇപ്പോൾ ഒരാളുടെ ജാമ്യം ഹൈക്കോടതി റദ്ദ് ചെയ്യുകയും ചെയ്തത്. വായിക്കണം, താഹ ഫസലിന്റെ ജാമ്യം ഹൈക്കോടതി റദ്ദ് ചെയ്തിരിക്കുകയാണ്. റൌഫ് ഷെരീഫ് എന്ന ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് UPയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പ്രൊഡക്ഷൻ വാറന്റ് അടക്കം പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത് അദ്ദേഹം ഹത്രാസിലും പൗരത്വ സമരത്തിലുമൊക്കെ പങ്കെടുത്തു എന്ന കാരണം പറഞ്ഞാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ തുറുങ്കിലടച്ചിരിക്കുന്നത്. എന്നാൽ അർണബ് ഗോസ്വാമി എന്ന സംഘ് പരിവാറിന്റെ രാജ്യദ്രോഹത്തിന് എല്ലാ രീതിയിലും ഓശാന പാടുന്ന അർണബ് ഗോസ്വാമി സൈനിക രഹസ്യ